എല്ലാവർക്കും നമസ്കാരം. ടേബിൾ ഇന്ത്യ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇ-വേ ബില്ലുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. നമ്മൾ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് 50,000 രൂപയേക്കാൾ മേലെയുള്ള ഗുഡ്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഇ-വേ ബില്ല് ഉണ്ടായിരിക്കണം എന്ന് നമുക്കറിയാം. അപ്പോൾ ഇ-വേ ബില്ല് എടുത്തിട്ടുണ്ടെങ്കിൽ പോലും അതിൽ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ പോലും നമുക്ക് പെനാൽറ്റി അടയ്ക്കേണ്ടി വരുന്നു. അങ്ങനെയുള്ള വലിയ ബുദ്ധിമുട്ട് പൊതുവെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം, ഇങ്ങനെ പെനാൽറ്റി ഒഴിവാക്കാൻ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ എന്നുള്ളത് ഡിസ്കസ് ചെയ്യാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. സെക്ഷൻ 129 ആണ് CGST ആക്ടിൻ്റെ സെക്ഷൻ 129 ഇതിനെ പറ്റി പറയുന്നത് ഡിറ്റൻഷൻ, സീഷർ ആൻഡ് റിലീസ് ഓഫ് ഗുഡ്സ് ആൻഡ് കൺവീനിയൻസ് ഇൻ ട്രാൻസിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് പ്രശ്നം പറ്റിയത്? വേർ എനി പേഴ്സൺ ട്രാൻസ്പോർട്ട്സ് എനി ഗുഡ്സ് ഓർ സ്റ്റോർസ് എനി ഗുഡ്സ് while they are in transit in contravention of the provisions of this act or the rules made thereunder, all such goods and conveyance used as a means of transport for carrying the said goods and documents relating to such goods and conveyance shall be liable to detention or seizure, and after detention or seizure shall be released A, B, C. അതിന് 3 മാർഗങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പറഞ്ഞതിൻ്റെ അർത്ഥം, നമ്മൾ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ, നിയമം വയലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് പെനാൽറ്റി അടയ്ക്കേണ്ടി വരും. എത്രയാണ്? പെനാൽറ്റി ഈക്വൽ ടു 200% ഓഫ് ടാക്സ് പേയബിൾ. ടാക്സിൻ്റെ 200% ആണ് പെനാൽറ്റി വരുന്നത്. ഇത് എല്ലാവർക്കും അറിയാം. പക്ഷേ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾക്ക് പോലും ഇതൊക്കെ പെനാൽറ്റി ഇടുക എന്നുള്ളത് പൊതുവെ നമ്മൾ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഇതിൽ നിന്ന് എങ്ങനെയാണ് ഈ പെനാൽറ്റി ഒഴിവാക്കാൻ സാധിക്കുക എന്നാണ് നമ്മൾ നോക്കുന്നത്. അതിനായി നമ്മൾ CBIC ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഒരു സർക്കുലറിലേക്കാണ് പോകുന്നത്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. സർക്കുലർ നമ്പർ 64/38/2018 dated 14th September 2018. ഇതിൽ ഒരു പറയുന്നുണ്ട്, ഇതൊരു ഫേവറബിൾ ആയിട്ടുള്ള ഒരു സർക്കുലറാണ്. കാരണം സെക്ഷൻ 129 200% ഓഫ് ടാക്സ് ആണ് പെനാൽറ്റി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ സർക്കുലർ വഴി പെനാൽറ്റി വളരെയധികം കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. പല കേസുകളിലും വളരെ കൊച്ചു എമൗണ്ട് മാത്രം പെനാൽറ്റി അടച്ചാൽ മതിയാവും. അതാണ് ഈ സർക്കുലർ പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഈ സർക്കുലറിൽ പാര നമ്പർ 5 വരികയാണെങ്കിൽ അവരോട് പറയുന്നുണ്ട്, in the case further, in case a consignment of goods is accompanied with an invoice or any other document, specified document, and also e-way bill. അപ്പോൾ ഇൻവോയ്സും e-way ബില്ലൊക്കെ ഉണ്ടെങ്കിൽ proceedings under section 129 may not be initiated in the following cases. താഴെ പറയുന്ന സിറ്റുവേഷനിൽ പെനാൽറ്റി ഇനീഷ്യേറ്റ് ചെയ്യണമെന്നില്ല. എന്ന് പറഞ്ഞാൽ നമുക്ക് പെനാൽറ്റി ഒഴിവാക്കാൻ സാധിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫോളോയിങ് കേസസ് എന്നാണ്, ഫോളോയിങ് സിറ്റുവേഷൻ. അപ്പം എത്ര സിറ്റുവേഷൻ ഉണ്ട്? 1, 2, 3, 4, 5, 6 സിറ്റുവേഷനാണ് ഇവർ പറയുന്നത്. അപ്പം എന്താണ് ഈ 6 സിറ്റുവേഷൻ? അപ്പം ഇതിൽ പെനാൽറ്റി ഒഴിവാക്കാൻ പറ്റും എന്ന് പറയുമ്പോൾ നമുക്കത് മനസ്സിലാവണം. എന്താണ്? ഒന്ന്, അവർ പറയുന്നത് എന്താണ്? സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇൻ ദ നെയിം ഓഫ് കൺസൈനർ ഓർ കൺസൈനി ബട്ട് ദ GST എന്തായാലും ഉണ്ടായിരിക്കണം, നമ്പർ കറക്റ്റ് ആയിരിക്കണം. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇൻ ദ നെയിം ഓഫ് ദി കൺസൈനർ ഓർ കൺസൈനി. അപ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കാരണം ഒരു പെനാൽറ്റി ഇമ്പോസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ 2,
error in the pin code, but the address of the consignor consignee mentioned is correct, subject to the condition that error in pin code should not have the effect of increasing the validity of the e-way bill. അപ്പോൾ എറർ ഇൻ പിൻ കോഡ് വന്നുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല, പക്ഷേ അത് അതിൻ്റെ വാലിഡിറ്റി കൂടുന്ന സിറ്റുവേഷൻ വരരുത് എന്നാണ് ഇതിൽ പറയുന്നത്. അടുത്തത്, എറർ ഇൻ ദ അഡ്രസ് ഓഫ് ദ കൺസൈനി ടു ദ എക്സ്റ്റെൻറ്റ് ദാറ്റ് ദ ലൊക്കാലിറ്റി ആൻഡ് അതർ ഡീറ്റെയിൽസ് ഓഫ് കൺസൈനി ആർ കറക്റ്റ്. അഡ്രസ്സിലുള്ള ചെറിയ മിസ്റ്റേക്കുകൾ അത് ഒഴിവാക്കുക, അത് പെനാൽറ്റി വരില്ല. അടുത്തത്, എറർ ഇൻ 1 or 2 digits ഓഫ് ദ ഡോക്യുമെന്റ് നമ്പർ മെൻഷൻഡ് ഇൻ ദ e-way bill. അപ്പോൾ 1 or 2 ഡിജിറ്റ്, 1 or 2 digits ഇൻ ദ ഡോക്യുമെന്റ് നമ്പർ. ഇപ്പോൾ e-way ബില്ലിൽ നമുക്കറിയാം ഇൻവോയ്സ് നമ്പർ എഴുതും, അപ്പോൾ അതിൻ്റെ നമ്പറിൽ 1 or 2 മിസ്റ്റേക്കുകൾ വന്നാലും കുഴപ്പമില്ല. അടുത്തത്, എറർ ഇൻ 4 or 6 digit HSN where first 2 digits are correct and the rate of tax is mentioned is correct. ഇപ്പോൾ ടാക്സ് റേറ്റ് കറക്റ്റ് ആണ്, പക്ഷേ ഈ HSN കോഡിൽ എറർ ഉണ്ട്. അതിൽ ഫസ്റ്റ് 2 ഡിജിറ്റ് കറക്റ്റ് ആവണം, ബാക്കിയുള്ളതിൽ മിസ്റ്റേക്ക് വന്നാലും കുഴപ്പമില്ല. അപ്പോൾ എറർ ഇൻ 4 or 6 digit ലെവൽ ഓഫ് HSN വേർ ഫസ്റ്റ് 2 digits ഓഫ് HSN ആർ കറക്റ്റ്. ടാക്സ് റേറ്റ് കറക്റ്റ് ആവണം. അതുപോലെ തന്നെ എറർ ഇൻ 1 or 2 digits ഓർ ക്യാരക്ടേഴ്സ് ഇൻ ദ വെഹിക്കിൾ നമ്പർ. അപ്പം ഇങ്ങനെയുള്ള മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെനാൽറ്റി പ്രൊസീഡിങ്സ് മേ നോട്ട് ബി ഇനീഷ്യേറ്റഡ് എന്ന് പറഞ്ഞേക്കണം. ഇനീഷ്യേറ്റ് ചെയ്യണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ചെയ്യണമെന്നില്ല. ഓക്കെ. എന്നിട്ട് അവർ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, ഇൻ ദ കേസ് ഓഫ് എബോവ് സിറ്റുവേഷൻ പെനാൽറ്റി ടു ദ ടോൺ ഓഫ് 500 ഈച്ച് അണ്ടർ സെക്ഷൻ 125 ഓഫ് CGST ആൻഡ് SGST എന്ന് പറഞ്ഞാൽ 1000 രൂപ വരെ പെനാൽറ്റി ഇമ്പോസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒരു മൈനർ പെനാൽറ്റി ഇമ്പോസ് ചെയ്യാൻ സാധിക്കും. ഇത്രയാണ് ഇതിലുള്ള. അപ്പോൾ ഇത് ഓൾറെഡി നമുക്കറിയാം, ഇത് 2018 വന്ന സർക്കുലറാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിലുള്ളതാണ്. ഞാനിപ്പോൾ ഇന്ന് പറയാൻ ഉദ്ദേശിച്ചത് മറ്റൊരു കാര്യമാണ്. ആ കാര്യമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ. ഇതിൽ നിങ്ങൾക്ക് കാണാം, ഇങ്ങനെ ഒരു സർക്കുലർ ഉണ്ട് എന്നൊരു ഓഫീസറോട് പറഞ്ഞാൽ അവർ പറയും ഇതിൽ 6 കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ 6 കാര്യങ്ങളല്ലാത്ത ഒരു മിസ്റ്റേക്ക്, ചെറിയ മിസ്റ്റേക്ക് ആയിരിക്കും നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ടാവുക. അങ്ങനെയുള്ള കേസ് ആയതുകൊണ്ട് പെനാൽറ്റി എന്തായാലും ഇമ്പോസ് ചെയ്യണം, 200% ഓഫ് ടാക്സ് പെനാൽറ്റി ഇടണം എന്നവർ പറയും. അപ്പോൾ നിങ്ങൾക്കൊരു ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഇവിടെ ഒരു വാക്ക് കണ്ടോ, ഇന്റർ ആലിയ എന്നിവിടെ എഴുതിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇവിടെ എഴുതിയിട്ടുണ്ട്, പ്രൊസീഡിങ്സ് മേ നോട്ട് ബി ഇനീഷ്യേറ്റഡ് ഇന്റർ ആലിയ ഇൻ ദ ഫോളോയിങ് സിറ്റുവേഷൻ. അപ്പോൾ എന്താണ് ഈ ഇന്റർ ആലിയ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം? കാരണം ഇത് വെറുതെ എഴുതി വെച്ചതല്ല, നിയമത്തിൽ എഴുതുന്ന ഒന്നും തന്നെ വെറുതെ എഴുതുന്നതല്ല, അതിനൊക്കെ കൃത്യമായിട്ട് അർത്ഥമുണ്ട്. നമുക്ക് നോക്കാം എന്താണ് ഇന്റർ ആലിയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് നമുക്ക് നോക്കാം. അതിന് നമ്മൾ ഗൂഗിളിൽ പോവാണ്. ഗൂഗിളിൽ പോയിട്ട് നമ്മൾ അടിച്ചു കൊടുക്കുന്നു. ഇപ്പം ഞാൻ പറയാണ് ഡിഫൈൻ ഇന്റർ ആലിയ എന്ന് ഞാൻ കൊടുത്തു. എന്താണ് എന്ന് അപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, നമുക്ക് നോക്കാം. ഇവിടെ ലിസൺ എന്ന് കൊടുത്തു നോക്കാം, ഉണ്ടാവണേ നോക്കാം. Inter alia is a Latin adverb that means, among other things. It is pronounced inter alia. Here are some examples of inter alia in a sentence. 1. Attorneys are seeking compensation to be determined at trial, including for punitive damages, inter alia physical injury and more. 2. The committee recommended, inter alia, that he be promoted. And 3. Your grocery list may include bread, milk, and cereal, inter alia. എന്ത് മനസ്സിലായി? നമുക്ക് മനസ്സിലായി. Here are some more. ഇന്റർ ആലിയ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എമോങ് അതർ തിങ്സ് എന്നാണ്. എമോങ് അതർ തിങ്സ്. അപ്പോൾ നമുക്ക് നിയമത്തിൽ ഈ സർക്കുലറിൽ എഴുതിയിരിക്കുന്നത് എന്താണ്? സർക്കുലർ എഴുതിയിരിക്കുന്നത് എമോങ് അതർ തിങ്സ് ദ ഫോളോയിങ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന 6 സിറ്റുവേഷനുകൾ കൂടാതെ മറ്റു സിറ്റുവേഷനുകളും ഇതിൽ ഉൾപ്പെടും എന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ
നമുക്ക് 6 സിറ്റുവേഷൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സിറ്റുവേഷനിൽ പെനാൽറ്റി 129 പ്രകാരം പെനാൽറ്റി ഇമ്പോസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇന്റർ ആലിയ ഈ താഴെ പറയുന്ന 6 കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ എമംഗ് അതർ തിങ്സ് ഇതിന് വേണ്ട. എമംഗ് അതർ തിങ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഇതല്ലാതെ മറ്റു കാര്യങ്ങൾക്കും പെനാൽറ്റി വരില്ല. ഇതുപോലെയുള്ള മറ്റ് മിസ്റ്റേക്കുകൾക്കും പെനാൽറ്റി വരില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെയുള്ള മറ്റു കാര്യങ്ങൾക്കും ഈ 500 രൂപ 500 പ്ലസ് 500 പെനാൽറ്റി വരും, മൈനർ പെനാൽറ്റി വരും. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളതാണ്. അപ്പോൾ ഇതാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ചത്. അപ്പം നിങ്ങൾക്കെതിരെ ചിലപ്പോൾ ഇൻവോയ്സൊക്കെ ഉണ്ടായിരിക്കും, വെബിൽ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഡെലിവറി ചലൻ വിത്ത് വെബിലൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ കൊച്ചു കൊച്ചു മിസ്റ്റേക്കുകളായിരിക്കും ഇതിൽ വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഈ കാര്യം പറഞ്ഞുകൊണ്ട് ആ കാര്യം ഒഴിവാക്കാവുന്നതാണ്. പെനാൽറ്റി വലിയ പെനാൽറ്റിയിൽ നിന്ന് ചെറിയ പെനാൽറ്റി ആയിട്ട് കുറയ്ക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി അപ്പോൾ നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊരു കാര്യം തോന്നും. ഇപ്പോൾ കേരളത്തിലെ ഇപ്പോൾ റോട്ടിൽ ഗുഡ്സ് ചെക്കിങ് നടത്തുന്നുണ്ടല്ലോ, വെഹിക്കിൾ ചെക്കിങ് നടത്തുന്നു. ഒരു മാസത്തിൽ എത്രത്തോളം കേസുകളാണ് ഇങ്ങനെ ബുക്ക് ചെയ്യുന്നത് എന്ന് നമുക്കറിയാൻ ഒരു താല്പര്യം എല്ലാവർക്കും ഉണ്ടായിരിക്കും. കാരണം എത്ര വണ്ടി ചെക്ക് ചെയ്യുന്നുണ്ട്, അതിൽ എത്ര കേസുകൾ പിടിക്കപ്പെടുന്നുണ്ട്, അതിൽ നിന്ന് എത്ര പൈസ കളക്ട് ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു ചെറിയ ഒരു ഡാറ്റ നമുക്ക് കിട്ടുന്നത് തീർച്ചയായിട്ടും നമ്മുടെ അറിവ് കൂട്ടുന്നതാണ്. അപ്പം അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ അതിൻ്റെ ലിസ്റ്റ് എടുക്കുന്നു. അപ്പോൾ ഇത് ഏത് മാസമാണ്? ഇത് ജനുവരി 2024 വരെ എന്ന് പറയുമ്പോൾ ഏപ്രിൽ ടു ജനുവരി. ഇത് ഫെബ്രുവരിയിൽ മാത്രം. അപ്പം ഇത് ഫെബ്രുവരി അടക്കം. അപ്പോൾ 11 മാസത്തെ ഡാറ്റയാണ് ഇപ്പോൾ ഈ പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ചെക്ക് ചെയ്തിട്ടുള്ള കാര്യമാണ് പറയുന്നത്. നമ്പർ ഓഫ് വെഹിക്കിൾസ് ചെക്ക്ഡ് എന്ന് പറഞ്ഞാൽ 7,22,711 വണ്ടി ചെക്ക് ചെയ്തു. അതിൽ നമ്പർ ഓഫ് കേസസ് ബുക്ക്ഡ് 3,952 കേസുകൾ ബുക്ക് ചെയ്തു. ഇത് ഏപ്രിൽ ടു ജനുവരി, അപ്പോൾ 10 മാസം. ഇനി ഫെബ്രുവരിയിൽ 75,803 കേസ് ചെക്ക് ചെയ്തതിൽ 400 കേസുകളാണ് കേസ് ബുക്ക് ചെയ്തത്. അതുപോലെ തന്നെ മൊത്തം നോക്കുകയാണെങ്കിൽ 7,98,514 4,352 കേസുകൾ ബുക്ക് ചെയ്തു. ഇനി പെനാൽറ്റി കളക്റ്റഡ് എത്രയാണ്? കോടിയിലാണ് പറയുന്നത്. പെനാൽറ്റി എത്ര കളക്ട് ചെയ്തു? 10 മാസം 17 കോടി കളക്ട് ചെയ്തു. ഈ മാസം 1,39,00,000, മൊത്തം 18 കോടി. അപ്പോൾ അത്ര വലിയ എമൗണ്ട് ഒന്നും കളക്ട് ചെയ്യുന്നില്ല, വളരെ ചെറിയ എമൗണ്ട് മാത്രമേ ഇങ്ങനെ കളക്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ സെക്ഷൻ 129 മാത്രമാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇത്രയും ഡാറ്റ നിങ്ങൾക്ക് ശ്രദ്ധിക്കുക, നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് 2 കാര്യം മനസ്സിലായി. ഒന്ന്, എമൗണ്ട് കളക്ട് ചെയ്യുന്നത് വളരെ ചെറിയ എമൗണ്ടാണ്. കണ്ട, ഫെബ്രുവരിയിൽ ആകെ 1,39,00,000 75,803 വെഹിക്കിൾ ചെക്ക് ചെയ്തെന്ന് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ വേണേൽ ചെക്ക് ചെയ്യാം. ഒരു ഇപ്പോൾ 100 വണ്ടി പിടിക്കണതിൽ എത്ര വണ്ടിയുടെ വെബിലില്ല, അല്ലെങ്കിൽ അതിൽ മിസ്റ്റേക്ക് ഉണ്ട് എന്ന് കേസ് വരുന്നുണ്ട് നോക്കുകയാണെങ്കിൽ, നമുക്ക് ജസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ, ഇപ്പം നമുക്കൊരു കാൽക്കുലേറ്റർ എടുത്ത് നോക്കാം. കാൽക്കുലേറ്റർ 3,952 ഡിവൈഡഡ് ബൈ 7,22,000. ഇൻറ്റു 100. അപ്പോൾ നമുക്ക് മനസ്സിലായി 0.54 ആണ് വരുന്നത്. 0.54 എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? 0.54 എന്ന് പറഞ്ഞാൽ 0.5% കേസുകളാണ് ബുക്ക് ചെയ്യുന്നത്. അപ്പം 100 വണ്ടികൾ ചെക്ക് ചെയ്താൽ 1/2 വണ്ടി മാത്രമാണ് കേസുകൾ ബുക്ക് ചെയ്യുന്നുള്ളൂ. അതിൻ്റെ അർത്ഥം 99.5 വണ്ടികളും കറക്റ്റായിട്ടാണ് പോകുന്നത് എന്ന്. അപ്പോൾ 10 മാസം ഏകദേശം 0.5% വണ്ടികളാണ് തെറ്റ് വരുന്നത്. 100-ൽ 1/2 വണ്ടി. അങ്ങനെയെങ്കിൽ ജൂലൈയിൽ ഫെബ്രുവരിയിൽ എത്ര ഉണ്ടായി എന്ന് നമുക്ക് നോക്കാം. ഫെബ്രുവരിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, അപ്പോൾ അതൊരു ട്രെൻഡാണോ, അത് അതേപോലൊക്കെ തന്നെയാണോ ഇരിക്കണേ നമുക്കൊന്നും കൂടി നോക്കാം. ഇവിടെ
400 ഡിവൈഡഡ് ബൈ 75,000. ഇൻറ്റു 100. ഇവിടെയും വരുന്നത് അരവണ്ടി തന്നെയാണ്, 0.52. അതിൻ്റെ അർത്ഥം ദാറ്റ് ഈസ് എ ട്രെൻഡ്. അപ്പോൾ മുൻപായാലും ഇപ്പോഴായാലും ഏകദേശം 100 വണ്ടിയിൽ ഒരു അരവണ്ടി മാത്രമാണ് കേസുകൾ ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ എമൗണ്ടും കമ്പാരിറ്റീവ്ലി 17 കോടി, 1 കോടി, ഏകദേശം 1 കോടി ഇനി ഒരു 18 കോടി 11 മാസത്തിലെന്ന് പറയുമ്പോൾ എമൗണ്ടൊക്കെ ഏകദേശം ആവറേജ് ഒരേ ലെവലിൽ തന്നെയാണ് വരുന്നത്. ഇത്രയുമാണ് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇന്ന് നമുക്ക് മനസ്സിലായ ചില കാര്യങ്ങൾ, വളരെ കുറച്ച് ഗുഡ്സ് മാത്രമാണ്, വെഹിക്കിൾ മാത്രമാണ് ബുക്ക് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ടാക്സ് പെയർ ഒരുപാട് വയലേഷൻ നടത്തുന്നുണ്ടെന്ന് പറയാൻ സാധിക്കില്ല. കുറച്ച് വണ്ടികൾ മാത്രമാണ് അങ്ങനെ തെറ്റുകൾ വരുത്തുന്നത്. ആ തെറ്റുകളും ഫ്യൂച്ചറിൽ നമുക്ക് ഇല്ലാതെയാക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായി എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. നന്ദി.